കഴിഞ്ഞ ദിവസം നടി മിനു മുനീർ ഒരു ആരോപണവുമായി രംഗത്തെത്തി. അതില് സിനിമയിലെ തന്നെ ജയസൂര്യ അടക്കമുള്ള താരങ്ങളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. അതില് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നുള്ളൊരു പേര് കൂടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് സാറിന്റെ ഒരു പ്രതികരണം? എന്നെ കുറിച്ചുള്ള അലിഗേഷൻസ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ലൊക്കേഷൻ കാണണമെന്ന് പറഞ്ഞ് അവർ എന്റെ കൂടെ വന്നു. ബോൾഗാട്ടിൽ ചെന്നപ്പോൾ അവിടെ റിസോർട്ടിൽ അവിടെ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ അവിടുന്ന് പോയി. അവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഇവരോട് മോശമായിട്ട് പെരുമാറി. അദ്ദേഹം പ്രൊഡ്യൂസർ മോശമായിട്ട് പെരുമാറി. പിന്നെ അദ്ദേഹം ഇവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സോറി പറഞ്ഞു. അദ്ദേഹം ജെന്റിൽമാൻ എന്ന് പറഞ്ഞു. ഞാൻ ഇവരെ കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ട് ആക്കിയതാണ്. ഇതാണ് എനിക്കിതുള്ള അലിഗേഷൻ. ഇത് മീനു കുര്യൻ എന്ന് പറയുന്ന അവരുടെ യഥാർത്ഥ പേര്. മീനു കുര്യനും ഞാൻ താമസിച്ചിരുന്ന ആർമി വെൽഫെയർ ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ലേഡിയാണ്. 2009 ഞങ്ങൾ നെയ്ബേഴ്സാണ്. 2009 ഒരു സിനിമ ശുദ്ധരി ശുദ്ധ എന്ന് പറഞ്ഞ സിനിമ, അത് പകുതിയല്ല, അത് പ്രൊഡക്ഷൻ തുടങ്ങി വെച്ചപ്പോൾ അവർക്ക് ഫിനാൻസ് തീർന്നു. അതിൻ്റെ ഒരു ഡയറക്ടർ ശ്രീ ജയരാജ് വിജയൻ, അവൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ആദ്യം കോ പ്രൊഡ്യൂസർ ആവാന്ന് പറഞ്ഞിരുന്ന ഒരാൾ മാറിപ്പോയി. അവർക്ക് 20 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. അതൊരു ലോ ബഡ്ജറ്റ് പടമാണ്. കലാഭമണിയുടെ 50 ലക്ഷം രൂപ ബഡ്ജറ്റുള്ളത്. അതിൽ 45 ലക്ഷം രൂപ സാറ്റലൈറ്റ് രഞ്ജിത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ പേപ്പറൊക്കെ എന്നെ കാണിച്ചു തന്നെ. എന്ന് പറഞ്ഞു ഒരു 20 lakhs എങ്ങനെയും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. 20 lakhs അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ഇത് കിട്ടുമ്പോൾ തിരിച്ചും കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ രാജു കണ്ണിമൽ, അദ്ദേഹം ദുബായിലായിരുന്നു. പുള്ളി നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഇവർക്കൊരു ഫണ്ട് പൈസ തിരിച്ചു തരും, അതിനുള്ള എഗ്രിമെന്റ് ഞാൻ തരാം. അപ്പം എന്നോട് പറഞ്ഞു, ചന്ദ്രശേഖരൻ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി നമുക്ക് അവർക്ക് കൊടുക്കാം, പൈസ തിരിച്ചു തരുമല്ലോ എന്ന് പറഞ്ഞ്. ഇങ്ങനെ ഈ സിനിമയുടെ പുള്ളി അതിന്റെ പ്രൊഡ്യൂസറുമായി. അപ്പോൾ അവർ പറയുകയും ചെയ്തു, നിങ്ങൾ ഇതിന്റെ പ്രൊഡ്യൂസറും ആക്കിയേക്കാം, പൈസ തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹവും രാജു കണ്ണിമലും ഒരു ജോയ് ജേക്കബുമാണ് ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഇവരന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു എന്നാണ് TV പറഞ്ഞിരിക്കുന്നത്. അത് അതിനു മുമ്പേ ലൊക്കേഷൻ കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ ഏത് സിനിമയുടെ പേര് പോലും അവർക്കറിയില്ല. ഏത് സിനിമ എന്ന് പറഞ്ഞില്ല. അതിന്റെ പ്രൊഡ്യൂസറുടെ പേര് അവർ പറഞ്ഞില്ല. ആ ശുദ്ധരി ശുദ്ധ എന്ന് പറഞ്ഞ സിനിമ, ഇത് പ്രൊഡക്ഷൻ തീർക്കുന്നത് ഈ രാജു കണ്ണിമേലൊക്കെ കൂടിയാണ്. അന്ന് ഇവര് ആ സിനിമയിൽ കലാഭവൻ മണിയുടെ വൈഫായിട്ട് അഭിനയിക്കാം എന്നുള്ള റോളാണ് അവർ പറയുകയും ചെയ്തു. അതെനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ അവിടെ ഉണ്ടായിരുന്ന ആ ലൊക്കേഷനിൽ ഈ ഓഡീഷനൊക്കെ നടത്തിയത് രാജു കണ്ണിമേലിന്റെ അവിടെ ചെറിയ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ ഞാനന്ന് അതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഓഡീഷനൊക്കെ നടത്തിയത് അവിടെയാണ്. അവിടെ അവരും വന്നിട്ടുണ്ട്. പിന്നെ സബ്സിക്വന്റ് ആയിട്ട് ഇവരെ ആ റോൾ അവർ മാച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറ്റുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവരന്ന് ഈ ഡയറക്ടറോട് ചോദിച്ചു, അതായത് ചന്ദ്രശേഖരൻ ഇതിനകത്ത് ഇന്റർഫിയറൻസ് കൊണ്ടാണ് എന്നെ മാറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുകയും ചെയ്ത്, നിങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോൾ പറഞ്ഞല്ലോ, നിങ്ങൾ അതിനകത്ത് വേറെ ആൾ വന്നാലേ ശരിയാവുള്ളൂ, അതിന് പകരം വന്ന് സോണ നായരാണ്. ഇതാണ് ഇതിന്റെ ചരിത്രം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്നെ കുറിച്ചൊരു തോന്നലുണ്ടാവാം, ഞാൻ കാരണമാണ് അവരെ പിന്തിരിപ്പിച്ചെന്ന്. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇത് 2009 സംഭവിച്ചതാണ്. ഞാനും അവർ നെയ്ബേഴ്സാണ്. ഞാൻ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ഞാൻ അന്ന് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും എന്റെ വീട്ടിൽ വരാമല്ലോ. അല്ല, എന്നെ കണ്ടിട്ട് ചോദിച്ചാലോ, താൻ ഇത്തരത്തെക്കാരനാണോ, എന്നെ കൊണ്ടുവന്ന ഒരാൾക്ക് ഇട്ട് കൊടുത്തിട്ട് താൻ പോയോ, എന്താ താൻ അങ്ങനെ ചെയ്ത്, എന്റെ ഫാമിലി അവരറിയുമല്ലോ, എന്റെ ഫാമിലി എടുത്ത് വരാമല്ലോ, ഫാമിലി വൈഫുമായിട്ട് സംസാരിക്കാമല്ലോ, താൻ എന്താ നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്തേ, അത് മര്യാദയാണ്. ഞാൻ ഇവിടെ 2009 നടന്ന സാധനം 15 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്തുകൊണ്ട് അവർക്കത് അന്ന് പറയാൻ പറ്റില്ല? കാരണം എന്നെ അറിയാത്ത ആളല്ല. ഇനി മറ്റുള്ള വലിയ സിനിമാ നടന്മാർക്കെതിരായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ലോക്കൽ സ്റ്റാൻഡിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനായ ആൾക്ക് അന്നേ പ്രതികരിക്കാൻ അവരെ കൊണ്ട് എന്തായില്ല. ഇപ്പൊ ഇവര് എനിക്കെതിരെ പരാതി കൊടുക്കാൻ പോണെന്ന് പറയുമ്പോൾ അന്നേ കൊടുക്കാമായിരുന്നല്ലോ അവർക്ക്. 15 വർഷം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് എനിക്കെതിരെ ആരോപിക്കപ്പെടുന്ന ഞാൻ ലൊക്കേഷൻ കാണിക്കാൻ കൊണ്ടുപോയിന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഒരു ലൊക്കേഷൻ കാണിക്കാൻ പോവാൻ? വാട്ട് ഈസ് മൈ റൈറ്റ്? ഞാൻ അതിനകത്തൊരു പ്രൊഡ്യൂസറല്ല, ഞാൻ ഡയറക്ടറല്ല, ആർട്ട് ഡയറക്ടറല്ല, പ്രൊഡക്ഷൻ കൺട്രോളറല്ല. സിനിമയുമായിട്ട് ഞാൻ ആക്ട് ചെയ്തു എന്നല്ലാതെ ഒരു ആക്ടർക്ക് ഒരിക്കലും ലൊക്കേഷൻ കാണിക്കാൻ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. ഞാൻ അതിനകത്ത് അവരെ കൊണ്ടുപോയിട്ടില്ല. അവർ ഒരുമിച്ച് ജീവിതത്തിൽ ഞാൻ അവരുമായിട്ട് കാറിൽ യാത്ര ചെയ്തിട്ടില്ല ഒരിക്കലും. ഒരു തെറ്റിദ്ധാരണയുടെ പേര്, അതായത് അന്ന് സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് സാറ് കാരണമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നാണോ കരുതുന്നത്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അന്നും അവർക്ക് റേസ് ചെയ്യാമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ അതിനുശേഷം അവരെ കണ്ടിട്ട് അവരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അന്ന് ഇങ്ങനെ ഒരു സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരേ സ്ഥലത്ത് താമസിക്കുന്നത്.
അപ്പൊ ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ളത് പ്രൊഫഷണലും പൊളിറ്റിക്സിലുമായ ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാവാം. ഇതൊക്കെ കൂടിയിട്ടാണ്. അല്ലാണ്ട് ഇപ്പൊ 2009 നടന്ന സംഭവം എന്നെ അറിയാവുന്ന ഒരാൾക്ക്, എന്റെ വീട് അറിയാവുന്ന ആള്, ഞങ്ങൾ ഒരുമിച്ച് ഒരു നെയ്ബേഴ്സ് ആയിട്ട് താമസിക്കുന്ന സ്ഥലത്ത് എനിക്കെതിരായിട്ട് പരാതി കൊടുക്കുന്ന ഒരു തടസ്സങ്ങളില്ല അവിടെ. ഒരാളുടെ അടുത്ത് പ്രതികരിച്ചിട്ടില്ല ഇന്ന് വരെ. അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ എന്നെ കൊണ്ടൊരു, ഞാൻ ചോദിക്കണ ഒരു കോളനിയിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ എന്തെങ്കിലും വിഷമത ഉണ്ടെങ്കിൽ ആ കോളനിയിൽ അന്ന് പറയില്ലേ, അയാളെന്ത് മനുഷ്യനാണ് എന്നെ കൊണ്ടുവന്ന് അവിടെ ഇട്ടുകൊടുത്തിട്ട് അയാളങ്ങോട്ട് പോയി എന്ന് പറയില്ലേ? ഇത് നാച്ചുറലി അങ്ങനെയല്ല വരിക. അങ്ങനെ ഒരു തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതിനുശേഷം നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ഞങ്ങൾ ഫ്ലാറ്റിൽ കാണാറുണ്ടല്ലോ. അവരവിടെ താമസിച്ചിരുന്ന റെഡിയാ അവര്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു? ഒരു പരാതിയോ ഒരിക്കലും എന്നോട് പറയുക, എന്റെ കുടുംബത്തോട് പറയുക, ആ ഫ്ളാറ്റിലുള്ള ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നാണ്. ആ റെസിഡൻഷ്യൽ അസോസിയേഷനിലും വേണമെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു പേര് ഉൾപ്പെടെ പരാമർശം നടത്തി അല്ലെങ്കിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമപരമായി തന്നെ നേരിടാൻ തന്നെയാണോ താങ്കൾ തീരുമാനിച്ചിരിക്കുന്നത്? പരാതി എനിക്കെതിരെ വന്ന് എനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ മാർഗമില്ലല്ലോ. ഞാൻ പറഞ്ഞ ഈ കാര്യം വെച്ചുകൊണ്ട് അവർ എനിക്കെതിരെ പരാതി കൊടുത്താൽ ആ പരാതി നിയമപരമായി തന്നെ എനിക്ക് നേരിട്ടല്ലേ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ അതർവൈസ് എനിക്ക് പരാതി കൊടുത്താൽ മാത്രമേ എനിക്ക് പ്രതികരിക്കണ്ടേ. പിന്നെ TV മീഡിയാസിന് വന്ന് പറഞ്ഞിട്ട് പകരമായിട്ട് ഞാനത് പറയുന്നു. അല്ലാണ്ട് അവരെനിക്കെതിരെ പരാതി കൊടുത്താൽ ഞാൻ അതിനനുസരിച്ചിട്ട് എന്റെ കൊളീഗ്സും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് വേണ്ട നടപടികളായിട്ട് ഞാൻ ചെയ്യും. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ പദവിയുടെ ഭാഗമായിട്ട് എനിക്കെതിരെ വരുന്ന പല രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ഈവൻ എന്താ പറയുക ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്തുനിന്നും കുറെ അലിഗേഷൻ വന്നപ്പോൾ എന്നിരിക്കട്ടെ ഒരു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരാളുടെയും കൂടി ഇത് വരട്ടെ എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് ചിന്തിക്കാമല്ലോ. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരുമേ ഫോക്കസ് ചെയ്ത് പറയുന്നില്ല. എന്തിലും ഇവരുടെ മാത്രമുള്ള സംഭവമല്ല, സംബഡി ഇൻസ്റ്റിഗേറ്റിംഗ്, അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതില്ലെങ്കിൽ പണ്ടേ എന്നെ കുറിച്ച് പറയാമായിരുന്നു. ഓക്കെ.